വിറക് കീർന്ന് വിഷു ആവാനായില്ലേ അപ്പത്തിൻ്റെ ഓർഡറെല്ലാം വരുന്നുണ്ട്. അതെ, അതിനുള്ള കാരപ്പം ചൂടണമെങ്കിൽ വിറകെല്ലാം കീറി വെക്കണം. അതിന് മുന്നായിട്ട് നമുക്കിപ്പോൾ 2 ഓർഡറും കൂടി ഉണ്ട് അല്ലേ. ഇടക്കിടക്കേ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അമ്മ പണിക്കും പോകുന്നതുകൊണ്ട് ആ തിരക്കിന് വീഡിയോ ഒന്നും എടുക്കുക. അതുകൊണ്ട് അതിൻ്റെ ഇതന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ ഉണ്ണിയപ്പത്തിൻ്റെ എപ്പോൾ തന്നെ ആകുമ്പോൾ. അപ്പോൾ വിഷുവിന് മുന്നേ നമ്മൾ എന്തായിട്ടും നല്ലൊരു റെസിപ്പി ഇടുന്നുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൽ. ഒരു 10-200 ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അതിൻ്റെ റെസിപ്പി ഇട്ടുതരാം. അപ്പോൾ ദൂരമുള്ളവർക്കെല്ലാം അത് നോക്കിയിട്ട് ആക്കാമല്ലോ. അപ്പോൾ ദൂരമൊന്നും നമുക്ക് അങ്ങനെ എത്തിക്കാനാവില്ല. പിന്നെ കൊറിയറെല്ലാം ചെയ്താൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്രഷ്നെസ്സിനോടെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ എന്നില്ല പേടി കൊണ്ടാന്ന് തരാതെ കേട്ടോ. ചിലപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് എത്തലെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കൊറിയറൊന്നും അയച്ചു കൊടുക്കാതെ. അപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലുള്ളവർക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ വിഷുവിൻ്റെ തലേന്ന് കണി വെക്കാൻ വേണ്ടിയിട്ടല്ല മക്കറേ ചുടുന്നുണ്ട്. എന്തോ അമ്മ പറയാൻ വന്നിന്. പിന്നെ ഇപ്പം ഓർഡർ വരുന്നതെല്ലാം രാവിലത്തതെല്ലാം ഏക്കയില്ല. വെച്ചാൽ ഞാൻ പണിക്ക് പോകുന്നതുകൊണ്ട് പച്ചക്കറിക്ക് ചുട്ടിട്ട് രാവിലെ എല്ലാം കൊടുക്കും. പിന്നെ വൈകുന്നേരം കൊടുക്കേണ്ട ഒന്നും ഏക്കയില്ല. ഇപ്പോൾ എന്നുവെച്ചാൽ വരാൻ തന്നെ കഴിയും. അതുകൊണ്ട് ഒന്നും വന്നിട്ട് ഇതിനൊന്നും കഴിയുകയും ചെയ്യില്ല. അതുകൊണ്ട് പിന്നെ വൈകുന്നേരത്തൊന്നും ഏക്കയില്ല. രാവിലത്തെ മാത്രമേ ഏക്കയില്ല. ഇപ്പം വിഷുവിന് ഇപ്പം എന്തായാലും നമ്മളെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വീടിൻ്റെ അടുത്തുള്ളവർക്കെല്ലാം ഒരു ബഹളം തന്നെയായിരിക്കും അല്ലേ. കഴിഞ്ഞ പോലെ നമ്മൾ ഒരു 4000-5000ത്തിൻ്റെ അടുത്ത് ഉണ്ണിയപ്പം ചുട്ടിട്ടുണ്ടായിന്. ഇന്ന് കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ചൂടണം എന്നെല്ലാം വിചാരിക്കുന്നു. കുറച്ച് നേരത്തെ കുറച്ച് കൂട്ടെല്ലാക്കി വെച്ച് 2 സെക്ഷനിലായിട്ടെല്ലാം ചൂടേണ്ടി വരും അല്ലേ അമ്മേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പുറത്ത് ഇവിടെ നമ്മളിതെല്ലാം വർക്ക് ഏരിയ ഉണ്ട്. ഇത് പുറത്തിങ്ങനെ സാധനമെല്ലാം ഇട്ട് വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിലൊന്ന് വൃത്തിയാക്കി തട്ടെല്ലാം വാർത്ത് വിചാരിച്ചിന്. പക്ഷേ പിന്നെ അടുപ്പ് മറ്റേ മറ്റേ ഇതിലേക്ക് ഗ്യാസിൻ്റെ അടുപ്പ് വാങ്ങിയിട്ട് അങ്ങനെ ഗ്യാസ് അടുപ്പ് തന്നെ ചൂടാന്നാക്കാം. മറ്റേ അടുപ്പിൽ തന്നെ ഭയങ്കര ചൂടായിരിക്കും. കഴിഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടേന്ന് അമ്മ വൈകുന്നേരം ആകുമ്പോഴത്തേനും ക്ഷീണാവും പോലെ അതിന് ഗ്യാസിന്റെ പ്രശ്നം വന്നതുകൊണ്ട് ഒരു കുറ്റി ഉണ്ടായാൽ മതിയാവും അറിയില്ല. അപ്പം എന്തായിട്ടും നിങ്ങൾക്ക് ചൂടാനില്ല നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ അതിന് മുന്നായിട്ട് എന്തായാലും വിഷുവിന് മുന്നായിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ദൂരമില്ലവർക്കെല്ലാം അതിനകത്ത് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് അമ്മ വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അല്ല അമ്മ. അപ്പോൾ അമ്മ ഉണ്ണിയപ്പത്തിൻ്റെ ചൂടാനുണ്ട്. നമുക്ക് 2 ദിവസം ഓർഡർ ഉണ്ട്. 31-ാം തീയതി 2-ാം തീയതി എല്ലാം. അപ്പം അതിനില്ലേ വിറകെല്ലാം കൊത്തി വെക്കേന്ന്. 12-ാം തീയതി കൊടുക്കാൻ 200 അങ്ങനെ ഉണ്ട്. പിന്നെ 10-ാം തീയതി ഉണ്ടമ്മ ലോകുവിൻ്റെ ടീച്ചർക്ക് കൊടുക്കാനുണ്ട് 100 എണ്ണം. ക്ലാസ്സിൽ ഇതിങ്ങനെ കുടിച്ചോ. നമ്മ ഇതിനിടക്ക് വാങ്ങിയ കുപ്പിയാ നമ്മ. ഇടഞ്ഞക്ക് ഞെക്കിടോ. അതുകൊണ്ട് ഇപ്പം പിള്ളേർ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ടാവ. നല്ലോണം വെള്ളം കൊള്ളുന്നുണ്ട്. 3 എണ്ണം ഉണ്ട്. ഇത് 2 ലിറ്ററിൻ്റെ 1 ലിറ്ററിൻ്റെ പിന്നെ ഒരു കുഞ്ഞു കുപ്പി. ഇതധികം എടുത്ത് മറ്റേത് ലോഗും കൊടുത്ത് എനക്ക് കിട്ടിയതാ കുഞ്ഞി. കൊണ്ടാവാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് ചെറുതുണ്ട്, അതിൻ്റെയും ചെറുതുണ്ട്. ഒരാൾ ചെറിയെല്ലാം പൊട്ടിച്ചു കൂട്ടാ. അത് വിറക് കൊത്തുമ്പോൾ വിറകിൻ്റെ കഷ്ണം ഒറ്റ തെറിക്കൽ മുഖത്തേക്ക്. മൂക്കിൻ്റെ ഇവിടെ പൊട്ടി, ചെറിയൻ്റെ ഇവിടെ പൊട്ടി, ഉള്ളിലും പൊട്ടി. ഉള്ളില് പല്ല് ഇവിടെ പൊട്ടിട്ട് ഞാൻ അന്നേരം കണ്ടിട്ടുണ്ട്. അന്നേരം വിറക് കൊത്തുമ്പാടി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടാട്ടെ. ഞാൻ ഇങ്ങോട്ട് പിള്ളേർക്ക് ചായ കൊടുക്കാൻ വേണ്ടി വന്നിട്ടാണ്ടേ. കൊക്കയുണ്ടാ മാങ്ങ പറിക്കാനാ? മാങ്ങ പഴുത്തുണ്ടായിരുന്നു. ഒന്ന് വീണിട്ടുണ്ടായിനി. അതല്ലേ ജ്യൂസാക്കാനാ? ജ്യൂസാക്കി അര മുറിച്ചെന്നാണ് ചെയ്യുക. അതുകൂടെ പറിക്കട്ടെ. കണ്ണിമാങ്ങ ആദ്യം ആകുന്നുണ്ട് ചെറുത്. ഉണ്ടാ അമ്മേരോട് ഒരു മുമ്പിന് എന്താ ഇപ്പൊ ഞാൻ കണ്ടു. എന്താ എന്താ കണ്ണി മാങ്ങ. അതിന്റെ മേലെ കൊറേ കുഞ്ഞുണ്ടമ്മ. അമ്മ നിങ്ങക്ക് വിറക് കൊത്തിയാ മതിയാവില്ല അമ്മ. ഏകസേ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ബക്കറ്റ് എടുത്തിട്ടാ മാങ്ങ പറിക്കേ. ഏടാ കറിയാവും മോനെ മാങ്ങേന്റെ. ബക്കറ്റിലിട്ട കറിയാവും കേട്ടോ. അനിയേട്ടൻ്റെ അടുത്ത് പറിക്കുന്നുണ്ട് മരത്തുമ്മ കയറിയിട്ട്.
പക്ഷെ ആളെ ശരിക്കും കാണിക്കാൻ പറ്റൂല. ലോകു തായാലും പറക്കാൻ വേണ്ടി കാത്തിക്കുന്നല്ലേ. പഴുക്കാൻ തുടങ്ങിയാലോ? വേഗം പഴുക്കാൻ തുടങ്ങിയനി. എന്താ ഉറുമ്പുണ്ടാ? കൊറേ പേരൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നല്ല മധുര നമ്മ ഈ പേരൊക്കെ. മാങ്ങ ആയിട്ടുണ്ട് കേട്ടാ. നമ്മളെ ആദ്യമായിട്ട് പഴുത്ത് കിട്ടുന്ന മാങ്ങയാന്നേ. ഗോമാങ്ങയല്ല ഗോമാങ്ങ. ഇത് പച്ച കുഞ്ഞു ഇന്നലെ പഴുത്തിട്ടു. ബാക്കി വെച്ചാ പഴുക്കൂലേ? നല്ല അടിപൊളി പേരക്ക. ഇത്രയും ചെറുതാണെങ്കിലും മധുരം ഉണ്ടാവും. നല്ല ടേസ്റ്റ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുണ്ടാകുമ്പോ കൊറേ പറിച്ചു. നമ്മ ഇന്ന് ചെലപ്പോ പോകും. അന്നേരം നമ്മ കുറച്ചെടുക്കുന്നുണ്ട്. നീ പോകുന്നുണ്ടാ? നാളെ പരീക്ഷയല്ലേ? പരീക്ഷ കഴിഞ്ഞിട്ട് പോയിട്ട് നിക്കാട്ടാ. നീ അന്നേ പറഞ്ഞ പരീക്ഷ കഴിഞ്ഞിട്ട് അനിയത്തിമാരുടെ അടുത്ത് പോയി നിക്കണം. പരീക്ഷ കഴിഞ്ഞാടും വാർഷികമായില്ലേ? ഇനി ഏതായാലും വാർഷികം കഴിഞ്ഞിട്ട് പോയത്. ഇന്നലെ ഇവിടെ നല്ല മഴ അല്ലേ? നല്ല തണുപ്പുണ്ടായി. അച്ഛനും വേണോ? ഇത് വെളുത്തുള്ളിയെല്ലാം ചതക്കാൻ മാത്രല്ല ഇങ്ങനെ ഇതിന് ഉപകാരം ഉണ്ടല്ലോ. ഗോമാങ്ങക്ക് ഇതിന്റെ ഇവിടെ വേഗം പഴുക്കും. ഈ മുത്തിന്റെ അടുത്ത് പഴുക്കൂല വേഗം. അവിടെ പുളിയുണ്ടാവും. അറ്റാന്ന് നല്ല പഴുത്ത് വരല് അറ്റത്തുനിന്ന്. ഇവിടെ പഴുത്ത് ചീഞ്ഞാലേ ഇപ്പുറം പഴുക്കൂല. തോലൊരു ചവർപ്പുണ്ടാവേ, അതുകൊണ്ടാണ് ചെത്തുന്നു. നല്ലോണം പഴുത്താണെങ്കിൽ പ്രശ്നമില്ല അല്ലേ? തോറോട് തിന്നാൻ നല്ല ഇഷ്ടം രസമുണ്ടാവും. മുമ്പ് ഇവിടെ നിറച്ചും കോമാവാണ്ടായി. ആ കിണറിന്റെ അപ്പുറത്തേക്ക് കൂടി എല്ലാം ഉണ്ടായിട്ടേ ഉണ്ടാവില്ല. അറിയാ അല്ല അതിപ്പില്ലല്ല. മുമ്പെല്ലാം ഞാനിവിടെ ചെറുതുണ്ടാവും വരുമ്പോ നിറപ്പും അവിടെ ഒരു പറങ്കാവുണ്ട്. അതിന്റെ മീത്ത കയറി ടൈമിന്ന് പറിച്ചു തന്നു. പിന്നെ ഉണങ്ങി ഉണങ്ങി പോയി ഓരോന്നോരോന്നായിട്ട്. ഇതങ്ങനെ വെളുത്തിട്ടേ രണ്ടാളും ബാ. എന്താ മാങ്ങ വേണമെങ്കില് ഓരോ സ്ഥലത്ത് പച്ച, ഒരു സ്ഥലത്ത് നല്ലോണം പെറുത്തു. ഇതെല്ലാം വെയിലത്ത് പോയില്ലേ? വലിയ കൂടെ കൊണ്ടായിരിക്കും. മിനിറ്റിന് മിനിറ്റിന് കുപ്പായ ഊരിടല വേണേ ചൂടെടുക്കുന്ന പറഞ്ഞിട്ട്. ഇപ്പൊ എത്ര ചൂടുണ്ട്? അത്ര അലക്കാനാക്കലറിയാ. ഇവർക്ക് മഴക്കാലായാലും വേനൽക്കാലായാലും അലക്കുന്നതിന് പുളിയുണ്ട് മധുരമുണ്ട്. അതെ, വേണമെന്നാ നിർബന്ധമൊന്നുമില്ല. പിന്നെ കഴിയുന്നേലു ഓനെ കുളിക്കുന്നതായിട്ട് വേഗം വന്നിട്ടില്ലെങ്കിൽ കുളിക്കുന്ന കിട്ടും. മധുരിലെല്ലാം നമ്മ തിന്നീർത്ത് അല്ലേ? വിളിക്കുമ്പോ വരണല്ലോ ലോകു. അപ്പൊ ചോറായ അടുപ്പ തന്നെ പരിപ്പാട തീമിടിച്ചിട്ടുണ്ട്. നമ്മളെ കൊല കൊത്തല്ലായി. രാവിലെ അമ്മ പറഞ്ഞതേ ഇല്ലു ആ കോല ലിച്ചിയെ വറുക്കാനായിട്ടുണ്ടോ ആവുമെന്ന്. അപ്പൊ ഇന്നലെ മഴ പെയ്തിട്ടേ എന്നിട്ടാന്ന് തോന്നും പെട്ടെന്നുണ്ട് അത് ഒടിഞ്ഞ് കേടായില്ല. അമ്മ പൊത്തിട്ടാ വലിയ കൊല ഒരു പടന്നാട പരിപ്പിലിടാ. പരിപ്പ് തീമിട്ടിട്ടുണ്ട് അമ്മ. ചോറായ അടുപ്പത്തന്നെ പരിപ്പ് തീമിട്ടിട്ടുണ്ട്. കുഞ്ഞി കൂമ്പലുണ്ടല്ലോ. ഇത് വറുക്കാനൊന്നും ഉണ്ടാവില്ല അല്ലേ? രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്ന് ഇത് ഏത് എന്താണ് ഇത്? സോദരി.
ഇങ്ങനെ മുളച്ചുണ്ടായതാണ് കേട്ടാ അല്ലേ? നട്ടിട്ട് അതിന്റെ കന്ന് പൊട്ടി പൊട്ടി ആയിട്ടുണ്ടായതല്ലേ? കാൽവായ അന്നേ ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലെങ്കിലും ഷോർട്സ് വീഡിയോയിലെങ്കിലും ഇടണം എന്ന് വിചാരിച്ചിനി പരിപ്പ്. നിങ്ങളെ കണ്ണൂർ സ്പെഷ്യൽ പരിപ്പും കായന്റെ റെസിപ്പി കാണിക്കുമെന്ന് കുറേ ആയി ചോദിച്ചിട്ട്. അവരിപ്പം ഇനി വീഡിയോ കാണുന്നുണ്ടാവുമോ എന്നാണ് അറിയില്ല. എന്നാലും നമുക്ക് ഇന്ന് അത് ഉണ്ടാക്കാം അല്ലേ? കുറച്ച് മതിയല്ലേ? കുറച്ച് മതി. ഒരു 3-4 മതിയില്ലേ? നമുക്ക് എല്ലാവർക്കുള്ള കറിക്ക് വേണ്ടേ? ഇത് തേച്ചും വേണ്ട, എന്നാൽ കുറച്ചെടുക്കാം. ഒരു 5-6 വേണ്ടി വരും അല്ലേ? ഒരു മൂപ്പ് കിട്ടണ്ടേ പരിപ്പിന്? പച്ചക്കായി ആണെങ്കിൽ 1-2 മതിയാവും. വലിയ നേന്ത്രക്കായ് ഇത് കുഞ്ഞിയല്ലേ? ഇത് നമ്മളെ ഇവിടെ കാട്ടുകായി നല്ലോലില് ചോറായ അടുപ്പത്ത് തന്നെ പരിപ്പ് തീമിയിട്ടിട്ടുണ്ട്. കഞ്ഞീരെള്ളം ഒഴിച്ചിട്ട് കായിൻ്റെ കറിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കും. കഞ്ഞീരെള്ളത്തിൽ അതിൻ്റെ കറ പോകും. മഞ്ഞളിട്ട് ചില മഞ്ഞളാക്കിയിട്ട് അത് ഇത്ര കറ പോരാ. കഞ്ഞീരെള്ളത്തിലാണ് നല്ലോണം കറ പോലെ. കഞ്ഞീരെള്ളത്തിലാണ് കറ പോരിൻ്റെ നല്ലോണം ഉണ്ടാവും. ഉരുണ്ടിട്ട് അത്രയും വലിയ കോയിലാണ് നിന്നിട്ട് ഊത. അമ്മ ഒറ്റ ഊതലിൽ തന്നെ തീ കത്തിയിട്ടുണ്ട്. ഇപ്പൊ പരിപ്പ് പകുതി വേവായിട്ടുണ്ട്. നമുക്കിതാ ചെറുതായിട്ട് മുറിച്ച കായ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി എരിന്ന് ഇറങ്ങിയ 2 മിക്സാണ് നമ്മ മഞ്ഞളും കുമിട്ടി നട്ടി 2 മിക്സാണ്. നോക്കിയിട്ടിടാം അല്ലേ? ചിലപ്പോൾ ഭയങ്കര എരിവാണെങ്കിൽ പരിപ്പിന് അങ്ങനെ എരിവുണ്ടല്ലോ. അപ്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പറങ്കിപ്പൊടി അല്ലേ? നമ്മളെ പറങ്കിപ്പൊടി, നമ്മളെ സ്വന്തം മഞ്ഞപ്പൊടി. അമ്മ ഇവിടെ നട്ടിട്ടുണ്ടായിനി, അതെല്ലാം പൊടിച്ചതാണ് കേട്ടാ. നട്ടി കുമിട്ടി പിന്നെ വാങ്ങിയത്. അമ്മ എങ്ങനെയുണ്ട് നമ്മളെ സ്പൈസസ് സെറ്റ്? അടിപൊളി തന്നെ. കൊണ്ട് ചെയ്യുന്നല്ലോ അങ്ങനെ കുറേശ്ശെ എല്ലാത്തിൻ്റെ മൂട് തുറക്കണ്ടല്ലോ. അതെ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ ഈടിയാന്ന് ഞാൻ എൻ്റെ പൊടികളിൽ ഇട്ട് വെക്കുന്നത് വെക്കല്. അത് ഓരോന്ന് എടുത്തിട്ട് കൊണ്ടുപോകല് പണിയാണ്. ഇത് പീലിട്ട് വെക്കുന്നതുകൊണ്ട് ഏറ്റ സാധനം എടുത്തിട്ട് പോയാൽ മതി. എനിക്ക് മണിക്കണം അങ്ങനെ തോന്നുന്നു. മണിച്ചേരാട്ടാ. നമ്മ ഒന്ന് ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിനി. ഇത് നല്ല സ്റ്റീലിൻ്റെ ആണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പരിപ്പും കായും നല്ലോണം വെന്തിട്ടുണ്ട്. തേങ്ങ അരച്ചത് ചേർക്കാല്ലേ? എന്തെല്ലാം കൂട്ടീനമ്മ തേങ്ങയിൽ? ചെറിയ ഉള്ളി, ജീരകം, പിന്നെ ലേസം പറങ്കിപ്പൊടി ഇട്ട് അരച്ച് കേട്ടാ. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി അരച്ചാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. അതെ, പരിപ്പും പിന്നെ ചക്കക്കുരായാലും അതെ, കായായാലും അതെ, ജീരകത്തിന് വെച്ച് ചെറിയ ഉള്ളി അരച്ചാൽ നല്ല രസമാണ്. തിളച്ച് കഴിഞ്ഞാൽ വറുത്തിട്ട് കൊടുത്താൽ നമ്മളെ പരിപ്പും കായും കറി റെഡി. കുറേ നാളായില്ല നമ്മൾ കുക്കിംഗ്. അത് ഞാൻ അമ്മേനെ കിട്ടാത്ത കുറേ നാള്. മണ്ണിൻ്റെ ചട്ടി, വിറകടുപ്പ്, ചേട്ടക്കയില് ഒരിക്കൽ കത്തിക്കാനേ പണിയില്ലോ അമ്മ അടുപ്പ്. പിന്നെ അതിൽ തന്നെ ആയിക്കോളും. നല്ല രസമുണ്ട്. കാട്ടുകായി മറ്റേ നേന്ത്രക്കായിട്ട് നല്ല രസമാണ് കാട്ടുകായി കറി വെച്ചാൽ. പരിപ്പിൻ്റെ പൊട്ടാല് ഇപ്പോൾ പ്രൊഫഷണൽ ഇതങ്ങനെ അടുപ്പത്ത് നേരിട്ട് കൈക്കൽത്തുണിയൊന്നും വേണ്ടാല നമുക്ക്. ഇതങ്ങനെ ചൂടില്ല. മണിൻ്റെ ടീ ആവണ്ട. അത് ഇങ്ങനല്ലേ അവിടെ പിടിക്കാനാണ്.
ചൂടാവട്ടെ. കറി റെഡി. ഇനി ഒരു മീൻ പൊരിച്ചതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ ചോറും കറി റെഡിയായല്ലേ. ഒരു കറി ഒരു പൊരി ഒരു വറവും കൂടി വേണമായിരുന്നു, പക്ഷെ സമയമില്ല. ഇനിയിപ്പോൾ എന്നാ സമയം ഒരുപാടായി. മീനുണ്ട് പുതിയ അപ്പള പൊരിക്കുന്ന തട്ടായിരുന്നു എടുത്തോണ്ടമ്മ ഇടിയില്ല. എന്താ ഇങ്ങനത്തെ ഇൻഡാരിയത്തിൻ്റെ ഇങ്ങനത്തെ തട്ടാണെങ്കിൽ അടുപ്പിലും വെക്കാം ഗ്യാസിലും വെക്കാമല്ലേ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ, നല്ല കനൂല്യാന്ന്, നല്ല ചൂടാന്ന്. ഇതൊക്കെ ചൂടായാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും. ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പണിയില്ലു. അതേപോലെ ഇങ്ങനെ ചീനച്ചട്ടി ആയാലും അങ്ങനെ ചൂടാവാനേ പണിയില്ലു. ഭയങ്കര ഇതായിരിക്കും. തേങ്ങയെല്ലാം വറുത്തിട്ട് വേഗം ആവും ചെയ്യും. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ നമുക്ക് അടുപ്പിൽ വെക്കാനാവില്ല, ഗ്യാസ് അടുപ്പിൽ മാത്രമേ വെക്കാനാവുള്ളൂ. ഞാൻ പിന്നെ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് പഴയതായിരുന്നു. ഞാനിട്ട് അതിൽ തന്നെ അടുപ്പത്ത് വെക്കല്, മീനെല്ലാം അതിൽ തന്നെ പൊരിക്കല് അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. വേറെ നമ്മ അന്ന് തെയ്യത്തിന് പകരം വാങ്ങിയിട്ടുണ്ടായിട്ടേ ചപ്പാത്തി ആക്കുന്നത്, അതിൽ ആദ്യമെല്ലാം ഇതിൻ്റെ ദോശയെല്ലാം നല്ല വൃത്തി ചുട്ടാ കിട്ടലുണ്ട്. പക്ഷെ ചപ്പാത്തി ആക്കി കഴിഞ്ഞാൽ പിന്നെ ദോശ കിട്ടൂല. ദോശ ആക്കുന്നുണ്ടെങ്കിൽ ദോശ മാത്രം ആക്കുക, ചപ്പാത്തി ആയി കഴിഞ്ഞാൽ ചപ്പാത്തി മാത്രം ആക്കുക. പിന്നെ അതിൽ ദോശയൊന്നും ചൂടാൻ കിട്ടൂല. ഇപ്പം ഇനി ദോശക്ക് വേറെ ചപ്പാത്തിക്ക് വേറെ മീൻ പൊരിക്കാൻ വേറെ ആക്കേണ്ടി വരും. ദോശക്ക് ഓൾറെഡി മറ്റേ നമ്മളെ പണ്ടത്തെ കല്ലിൻ്റെ ഇല്ലേ അതുണ്ട്, അതിൽ തന്നെയാണ് ഞാൻ ദോശ ചൂടല്. ഇപ്പോൾ മീനെല്ലാം പൊരിക്കാനൊന്ന് വാങ്ങണം. ആയില്ലേ പറഞ്ഞമ്മ ചീമേനും കൊണ്ടൊക്കെ അതിൽ തയ്യാറാനായി. മെയ് മാസം വരേണ്ട അവർ മെയ്. ഉപ്പ് കുടിക്കാനൊന്നും സമയമില്ല. തിരക്കായിട്ട് ഞാൻ പൊരിക്കുകയാണ്. പൊരിക്കുക തിരക്കുക പൊരിക്കുക. ടീക്കൂന് ഞാൻ മീൻ മുറിച്ചാൽ തല കൊടുക്കുമ്പോ കാക്കയിന്ന് തപ്പിക്കൊണ്ടുപോയി. അതിന് വേഗം തിന്നാൻ പറ്റുന്നില്ലല്ലോ. കാക്ക പറഞ്ഞിട്ട് കൊത്തിയിട്ട് ഇടങ്ങ് കൊണ്ടുവച്ചിട്ട് ആദ്യം വരും. നല്ല ടേസ്റ്റ്. പുതിയാപ്പിള പൊരിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. നല്ല പുളിശ്ശേരിയും പുതിയാപ്പിള പൊരിച്ചതും നല്ല അത് നല്ല കോമ്പിനേഷൻ അല്ലേ. പുളിശ്ശേരി മീൻ പൊരിച്ചതും എല്ലാം നല്ല കോമ്പിനേഷനാണ്. ചിലയിൽ വൃത്തി മറിച്ചിടാനൊന്നും ആവില്ല, അതിൽ അങ്ങനെ അടി പിടിക്കുകയും ചെയ്താൽ അല്ലേ. നല്ല വൃത്തി മറിച്ചിടാനും മീൻ പൊരിക്കാൻ മാത്രമല്ല എടുക്കലും അമ്മ. ഇതിന് മീൻ പൊരിക്കാനും ചിക്കൻ കുറച്ചുള്ള അത് പൊരിക്കും, മറ്റൊന്നിനും എടുക്കില്ല. അതിന് മാത്രം എടുക്കും. അപ്പം നമ്മളെ കറിയുമായി ചോറുമായി മീൻ പൊരിച്ചതുമായി പിന്നെ നല്ല മാങ്ങാച്ചാറുണ്ട്. ഇതിനിടക്ക് ഞാൻ വസ്ത്രമീൻ കൂടി ഉണ്ടാക്കിയിട്ടേ ഞാനത് കൂട്ടിയിട്ടേ ഇല്ല. അവിടെ കുപ്പിയിൽ കൊണ്ടുവച്ചിനല്ലോ. രാത്രിയിൽ ഞാൻ ചോറ് കഴിക്കുന്നത്, രാത്രിയിൽ ഞാൻ അങ്ങനെ അച്ചാറൊന്നും കൂട്ടയില്ല ഇന്ന്. അപ്പം നമുക്ക് നോക്കാം. അച്ചാറ് കുഞ്ഞിന് കൊണ്ടല്ലോ കൊടുക്കണം. വേണ്ട, അതൊന്നുമില്ല. പരിപ്പേറി അല്ലേ. പരിപ്പും കായും അമ്മ ഇടുന്നമ്മ ഞാൻ കൊണ്ടുവരാം. ചേട്ടാ വാ. കുറച്ച് ഇന്നലെ മീൻ പറ്റിച്ചതിൻ്റെ ചട്ടി ഉണ്ടാമേ വേണോ?
നിർബന്ധിക്കൂല കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അതല്ലേ വറ്റിച്ചത് എൻ്റെ ജീവനാണ്. ഇവിടെ അനിയാണ്ട് തേങ്ങ അരച്ച് തന്നെ ഇഷ്ടമായതുകൊണ്ട് എപ്പം തേങ്ങ അരച്ചിട്ടാണ് ആക്കല്. വറ്റിക്കൽ കുറവാണ്. ഇന്നലെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാക്കിയത്. ഞാൻ എന്തായിട്ട് ഇന്ന് വറ്റിച്ച് തേങ്ങ പണിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വറ്റിച്ചത് കൂട്ടിയാൽ മതി പറഞ്ഞിട്ട് വറ്റിച്ചാക്കി. തേങ്ങയില്ലെങ്കിൽ പിന്നെ ഉള്ളി തക്കാളി വാട്ടിയിൽ അരച്ചിട്ട് അങ്ങനെയും വെക്കലുണ്ട്. ഇന്നലെ കുറച്ച് വൈകീനി, അതുകൊണ്ട് വേഗം പറ്റിച്ചു. അച്ചാറിങ്ങ ടേസ്റ്റ് നോക്കറ. അച്ചാറ് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഇങ്ങനെ ഉറച്ചു പോയി. ആ ഭരണിയിലാക്കിയിട്ടുണ്ടായിന് ആദ്യം. പിന്നെ അതിൻ്റെ അടപ്പത്ര ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വേറെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. വിഷു ആകുമ്പത്തേന് നമുക്ക് വേറെ ആക്കി കൂടെ. ഉണ്ടാവലും ചെയ്യും, അത് ഒരുപാടുണ്ട്.